റോബിൻ കഴിഞ്ഞ സീസണിൽ വന്നിട്ട് എന്തോട് ആദ്യം ഇരുന്ന് ഡയലോഗ് അടിച്ചത്, പൊന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ ശാന്തരായിട്ടിരിക്കൂ. ഞാൻ അതിന് തൊട്ടു മുമ്പത്തെ സീസണിൽ പോയി ഞാൻ അലറിയതും എടുത്തതും പിടിച്ചതും ഒക്കെ തന്നെ എന്റെ ഫേക്കായിട്ടുള്ള ഗെയിമായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞ സീസണിൽ കാണിച്ചതൊക്കെ ഫേക്കാണ്. ഞാൻ ഇതാണ് ഒറിജിനൽ റോബിൻ. ഞാൻ പാവമാണ്. ഞാൻ എല്ലാവരുടെ അടുത്തും വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത്? എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ പതുക്കെ സംസാരിക്കൂ, നിങ്ങൾ ഒച്ച താഴ്ത്തി സംസാരിക്കൂ, നിങ്ങൾ എന്തിനാണ് വഴക്കിടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഉപദേശം തന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്ന ഒരാള് ബിഗ് ബോസിലെ മത്സരാർത്ഥിയല്ല, ഗസ്റ്റായിട്ട് വന്ന ആള് വരിക പോവുക എന്നുള്ള പണി അവിടെ ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ട് പോവുക. അപ്പൊ അവിടെ വന്നിട്ട് ബാക്കി ഇരുന്ന് ജുനൈസിനെ തോണ്ടി വിട്ട് അകത്ത് പോയിട്ട് പരാതി കൊടുപ്പിക്കുന്നു. രഹസ്യമായിട്ട് സാഗറിനെതിരെ ഒരു പ്ലാൻ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ അകത്ത് വെച്ച് തന്നെ പൊളിച്ചു കൊടുക്കുകയും ചെയ്താണ്. ആ റോബിൻ ഇപ്പോൾ ഇതെടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട കാര്യം, റോബിന്റെ വിക്ടിമായിരുന്ന റിയാസ് തന്നെ കഴിഞ്ഞ സീസണിൽ തന്നെ ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്, അഖിൽമാരാർ ചെയ്തേക്കുന്നത് ഫിസിക്കൽ അസോൾട്ട് അല്ല. ബിഗ് ബോസിന്റെ രീതിയിൽ അതൊരു ഫിസിക്കൽ അസോൾട്ട് അല്ലത്. കൈയൂങ്ങി ഒരു മനുഷ്യനെ തല്ലുന്നതും ഷോൾഡർ കൊണ്ട് പോയിട്ട് ചുമ്മാതെ ഒന്ന് തട്ടിവിടുന്നതും ഫിസിക്കൽ അസാൾട്ട് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഇമാതിരി കഴുതകളൊക്കെ വന്നിരുന്നിട്ട് 2 ദിവസം ഇരുന്ന് പഠിച്ചു പറയേണ്ട കാര്യമെന്തോ? കാര്യം ഞാൻ പറയാം. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയ സമയത്ത് ആരുടെ പ്രോഗ്രാമാണ് അവിടെ അവതരിപ്പിച്ചത്? അഖിൽമാരാരുടെ പരിപാടിയാണോ? കഴിഞ്ഞ സീസണിന്റെ വിന്നറായ എന്നെ അവിടെ അതിഥിയായിട്ട് വിളിക്കുകയാണോ, അതോ സീസണിൽ ഇടയ്ക്ക് വെച്ച് പുറഞ്ഞു വിട്ടുന്ന റിനോഷിനെയും ജുനൈസിനെയും കൂടെ അവിടെ വിളിക്കുകയാണോ ചെയ്യേണ്ടത്? എന്നിട്ട് തന്നെ 50ാമത്തെ ദിവസം വരുന്ന സമയത്ത് റിനോഷിന്റെയും ജുനൈസിന്റെയും ഒപ്പം മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് ഫുഡ് കഴിക്കാനെന്ന്, സൂപ്പർ സ്റ്റാറുകളായ റിനോഷിനും ജുനൈസിനും ഒപ്പം മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുന്ന പുതിയ മാമാങ്ക, പുതിയ നാടകം എന്ന് പറഞ്ഞിട്ട് ഒരു റീല് വീഡിയോ ചെയ്ത് റിനോഷ് ഇട്ടേക്കുന്നു. അപ്പൊ റിനോഷിന് എനിക്കെതിരെ പ്രതിഷേധിച്ചല്ലേ പറ്റൂ? ഞാൻ റിനോഷിനെതിരെ എന്തെങ്കിലും വല്ല അക്ഷരം പറഞ്ഞോ? ഞാൻ എന്റെ ഒപ്പമുള്ള മത്സരാർത്ഥികളെ എപ്പോഴും ചേർത്ത് പിടിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ ലൈം ലൈറ്റിലാണോ അല്ലയോ എന്നുള്ള കാര്യം, എടാ മണ്ടൻ കിണാപ്പാ, ഞാൻ വെറും ഒരു മാസം മുമ്പ് എന്റെ വീടിന്റെ പാലുകാച്ച് എന്ന് പറയുന്നത് ഓൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാർത്ത വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്ന റീല്, അതിന് 3, 4, 5 മില്യൺ വ്യൂസ് ആണ് അതിന് വന്നേക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പങ്കെടുത്ത പരിപാടി IPL-ന്റെ പരിപാടിയിൽ ഞാൻ ഗസ്റ്റായിട്ട് പോവുകയും അവിടെ കമന്റേറ്ററായിട്ട് ഇരിക്കുകയാണ് ഞാൻ ചെയ്തത്. സ്വയംവര 6ഉം ഫ്ലവേഴ്സ് ടിവിയും കൂടെ നടത്തിയ പ്രോഗ്രാമിനകത്ത്, കൊട്ടാരക്കര നടന്ന ഒരു വലിയ പ്രോഗ്രാമിനകത്ത് അവിടെയും അതിഥിയായി ക്ഷണിക്കപ്പെട്ട അതിഥിയായി ജയറാമിനും പിഷാരടിക്കും ഒപ്പം ഞാൻ പോയിരിക്കും, മല്ലിക സുകുമാരനൊപ്പം അവർ എന്നെയും അവിടെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അതും ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോമഡി ഉത്സവം, മറ്റേ എന്താ പരിപാടിയുടെ പേര്, സ്റ്റാർ മാജിക് പോലുള്ള പരിപാടിയിൽ എനിക്ക് തുടർച്ചയായിട്ട് വിളിച്ചിട്ടും പോകാതിരുന്നിട്ട് വിഷുവിന്റെ അന്ന് ഒരു പരിപാടിക്ക് ഗസ്റ്റായിട്ട് ഞാൻ പങ്കെടുക്കുകയും പിന്നീട് അവർ വീണ്ടും വിളിച്ചിട്ട് ഞാൻ വരുന്നില്ല, എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ് ചെയ്തത്. സിനിമയിൽ അവസരത്തെ കുറിച്ച് ഇനി പറഞ്ഞാൽ, ഷാജി കൈലാസ്, ഞാൻ ഇത്രയും നാളായിട്ട് ഇതൊന്നും ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഷാജി കൈലാസ് എന്ന് പറയുന്ന സംവിധായകൻ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് എന്നോട് വിളിക്കുകയും അദ്ദേഹത്തിന് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നും എന്നെ നായകനാക്കി ഒരു സിനിമ ചെയ്യണമെന്നും, പഴയ സ്ഥലത്തെ പ്രധാന പയ്യൻസ് പോലത്തെ ഒരു സിനിമ, അഖിലിനെ കണക്കൊരു സാധാരണക്കാരൻ രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടുന്ന, തെറ്റിനെതിരെ പ്രതികരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സബ്ജക്ട് എനിക്ക് അഖിലിനെ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് 1-ലധികം തവണ അദ്ദേഹവുമായി ചർച്ച നടത്തുകയും അതിനൊരു നിർമ്മാതാവ് വരികയും സബ്ജക്റ്റിന്റെ കാര്യത്തിൽ നമുക്കൊരു പൂർണ്ണത വരാത്തത് കൊണ്ട് പിന്നീട് മീറ്റിംഗുകൾ നടത്താൻ പറ്റാതെ പോവുകയാണ് പിന്നീട് ചെയ്തത്. മേജർ രവി സാർ എന്നെ നായകനാക്കി ഒരു സിനിമ പ്ലാൻ ചെയ്യുകയും അതിന് അഡ്വാൻസ് ലഭിക്കുകയും പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ സമയത്ത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് തിരക്ക് വരുന്നു, അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരു ഹാർട്ടിനൊരു പ്രശ്നം വരുന്നു. അങ്ങനെ പലവിധ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയതുകൊണ്ടും അതിന്റെ നിർമ്മാതാക്കൾ തൊട്ടുമുമ്പ് ചെയ്തു വെച്ചേക്കുന്ന സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടതുകൊണ്ടും അതിനൊരു ഗ്യാപ്പ് വന്നതാണ്. എനിക്ക് സംവിധാനം ചെയ്യാനും എന്റെ തിരക്കഥയിൽ ഞാൻ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതിന് അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുത്തതാണ്. നമ്മൾ കാരണം സിനിമ ഇനി ചെയ്യുമ്പോൾ അത് അത്രയും നല്ലൊരു പരിപാടി അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞ് അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുത്തതാണ്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക എല്ലാ നിർമ്മാതാക്കളും, ആന്റോ ജോസഫ് ആയാലും വിജയബാബു ആയാലും ഇവരുമായിട്ടെല്ലാം വളരെ വ്യക്തിപരമായ ബന്ധമുള്ളതും, ഈ അടുത്തിടെ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടറായിട്ടുള്ള ഡിജോ ജോസ് ആന്റണി എന്റെ ഫ്ളാറ്റിൽ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോടൊരു സബ്ജക്ട് സംസാരിച്ചപ്പോൾ, ഇത് അഖിലിനെ വെച്ച് ചെയ്താൽ, അഖിൽ അഭിനയിച്ചാൽ മതി, അഖിലിനെ വെച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിരിക്കും, അഖിൽ ആലോചിച്ചോ, അത് ഡയറക്ഷൻ ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്തതാണ്. എനിക്കിതല്ല, ഇതിന്റെ എല്ലാം പിന്നാലെ അങ്ങ് മൂവ് ചെയ്താൽ പോരെ? അപ്പം ഇതേ സമയം ഒരു വേലയും കൂലി ഇല്ലാതിരിക്കുന്ന ആൾക്കാർ ആരാണ്? ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ജനം മറന്നുപോയിട്ടുള്ള ആൾക്കാർ അഖിൽമാരാരുടെ പേരിൽ ചുളുവിന് പ്രശസ്തരാവാൻ നടക്കുന്നു. ഏഷ്യാനെറ്റ് എന്തെങ്കിലും നക്കാപ്പിച്ച നിങ്ങൾക്ക് വെച്ച് നീട്ടിത്തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് മേടിച്ച് തിന്നണം. പിന്നെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നു. എടാ, ഞാനിത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല ഇത്. 2010 മുതൽ ഞാൻ ഇനി ഒന്നും വേണ്ട, യൂട്യൂബിൽ പോയിട്ട് എന്നെ കുറിച്ചിട്ട് എന്റെ നാട്ടുകാർ പറയുന്ന വീഡിയോ കിടപ്പുണ്ട്. എന്നെ കുറിച്ച് എന്റെ നാട്ടുകാർ പറയുന്ന വീഡിയോ ചുമ്മാ അതിൽ നിന്ന് കേട്ടു നോക്ക്. ഞാൻ ആർക്കൊക്കെ വേണ്ടി ഇന്നലകളിൽ ഏതൊക്കെ രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ടെന്ന്. എന്റെ നാട്ടില് പണ്ട് ഒരു വലിയ രീതിയിൽ ഒരു വലിയ പ്രക്ഷോഭം നടന്നിട്ടുണ്ടായിരുന്നു. റോഡ് സൈഡിൽ, പുലമൺ തോടിന്റെ സൈഡിൽ മണ്ണ് കെട്ടി നികത്തുന്ന ഒരു സംഭവം. ഒരു മുൻ DYSP, അന്ന് കോവളം കൊട്ടാരത്തിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ,
ആ മണ്ണ് ഒറ്റയ്ക്ക് എന്റെ വണ്ടിയും കൊണ്ടുപോയി ആ ലോറിക്കും JCBക്കും ഫ്രണ്ടിൽ ഒറ്റയ്ക്ക് പോയിട്ട് തടഞ്ഞ് അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി അവനെ പൂട്ടിക്കെട്ടിയ ഒരാളാണ് ഞാൻ. അവരും വലിയ കക്ഷികളാണ്. ഞാൻ ആർക്കൊക്കെ എതിരെ എതിർത്തിട്ടുണ്ടോ ഇവരുടെ ഒന്നും വലിപ്പം നോക്കിയിട്ടൊന്നുമല്ല, അവർ ചെയ്യുന്ന പ്രവൃത്തി തെറ്റായിരുന്നത് കൊണ്ടാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പോലും കാരണം ഇത്തരം വിഷയങ്ങൾ കൊണ്ടാണ്. ഞാൻ ഒരുപാട് വമ്പന്മാരെ എതിർത്തത് കൊണ്ട് എന്നെ ആ പാർട്ടിയിൽ നിർത്തരുതെന്നുള്ള ആ വമ്പന്മാരുടെ ആവശ്യം എന്റെ സ്വന്തം പ്രസ്ഥാനം, ഞാൻ NSSന്റെ യൂത്തിന്റെ സെക്രട്ടറി ആയിട്ടിരുന്ന എന്റെ ക്ഷേത്രത്തിൽ NSSും KPMSുമായി പ്രശ്നമുണ്ടായ സമയത്ത് KPMSനൊപ്പം നിന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് NSSകാർ എനിക്ക് വോട്ട് ചെയ്യത്തില്ലെന്ന് വരെ പറഞ്ഞു. ഞാൻ പഞ്ചായത്തിൽ മത്സരിച്ചപ്പോ ഞാൻ എന്റെ ഒപ്പം നിൽക്കുന്ന എന്റെ സ്വന്തം ജാതി, ഞാൻ ഈ മാരാരാന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ NSSലാണല്ലോ. ഞാൻ എന്റെ നാട്ടിൽ NSSന്റെ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി കൂടിയാണ് ആ സമയത്ത്. അപ്പൊ ഇത്തരം വിഷയങ്ങളുമായി എന്റെ ചുറ്റിനും നിൽക്കുന്ന എന്റെ കൂട്ടുകാരെ ഞാൻ നോക്കിയിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ ഒപ്പം പോയിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളെ പോലും പോയി നോക്കാതെ ഒരു വിഷയത്തിന് മറ്റൊരു സമുദായത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് നിന്നു. പിന്നീട് കൊട്ടാരക്കരയിൽ NSSുമായി തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായ മറ്റൊരു വിഷയത്തിൽ അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതുന്നു. അതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യനായിരുന്ന എന്നെ മാറ്റിയിട്ട് അവരുടെ താല്പര്യപ്രകാരം മറ്റൊരാളെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നു. ആത്മാഭിമാനത്തോടുകൂടി സ്വതന്ത്രനായി ഞാൻ മത്സരിക്കുന്നു. 1700ഓളം വോട്ടുകൾ ഒറ്റയ്ക്ക് നിന്ന് കമ്മ്യൂണിസ്റ്റ് കോട്ടയായ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്ന് ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. എന്റെ നാട്ടിൽ തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിലെ തൊഴിലാളികൾക്ക് നമ്മുടെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വനിതാ മതിലുമായി ബന്ധപ്പെട്ട് ഇവരുടെ ജാഥ നടത്തിയപ്പോൾ ആ ജാഥയിൽ പങ്കെടുക്കാത്ത സ്ത്രീകൾക്ക് തൊഴിലുറപ്പ് പദ്ധതി നിഷേധിച്ചതിനെ തുടർന്ന് ഒറ്റയ്ക്ക് പോയി പഞ്ചായത്തിൽ അവർക്ക് വേണ്ടി സംസാരിച്ച് അവർക്ക് നീതി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടാണ്. അന്ന് ഞാൻ പാർട്ടിയിൽ നിന്ന് എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഒറ്റയ്ക്കായിരുന്നു ആ സമയത്ത്. നിനക്ക് എന്തറിയാം? നിനക്ക് എന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്, ഞാൻ ഇടപെടുന്ന വിഷയത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? നിനക്ക് പറ്റിയ പണിയെന്ന് പറഞ്ഞ ആ ബാംഗ്ലൂര് വീടിനകത്ത് കയറി കുത്തിയിരുന്ന് അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് വല്ല റീലിട്ട് ജീവിക്കാൻ നോക്ക്. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ വന്ന് ഇടപെടരുത്. അല്ല, നീ തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തേ കഴിക്കത്തുള്ളൂ. കാരണം എനിക്ക് രാവിലെ പൊറോട്ട വേണം, എനിക്ക് ചിക്കൻ വേണം, എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണമെന്ന് നീ തന്നെ ബിഗ് ബോസിൽ നിന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ പറഞ്ഞതാ. എനിക്കങ്ങനല്ല. എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ചമ്മന്തിയും ചോറാണെങ്കിൽ അത് കഴിക്കും, ചമ്മന്തി ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചച്ചോറ് കഴിക്കും. ഇന്നും അങ്ങനെ തന്നെ. എന്റെ വൈഫിനോട് നിങ്ങൾ വിളിച്ചു ചോദിക്ക്, ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചാലും കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ അവളുണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിന്റെയൊക്കെ സൗകര്യപ്രകാരം നിനക്കൊക്കെ ഇത്തരം, അതായത് ഇവന്മാരാരെങ്കിലും ചാനലിന്റെ ആരെങ്കിലും വെച്ച് നീട്ടി എന്തെങ്കിലും ഓഫർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് വെച്ച് നക്കി അങ്ങ് ജീവിച്ചോണം. എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല. തെളിവാണോ ഇല്ലെന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യമില്ലെന്ന് അവന്റെ ഇൻസ്റ്റഗ്രാം നോക്ക് നിങ്ങൾ. 50ാമത്തെ ദിവസം ജുനൈസിന്റെയും റിനോഷിന്റെയും ഒപ്പം വരുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റുമായിട്ട് കൊളാവിട്ടേക്കാണ്. അപ്പൊ എന്തുകൊണ്ട് ഇവർ സംസാരിക്കുന്നു? എന്ത് നീതിയാണ് ഇവരുടെയൊക്കെ ഭാഷയിലുള്ളത്? ഞാൻ ഇവരെ പറ്റി ആരെങ്കിലും പറ്റി പറഞ്ഞോ? ഞാൻ റിനോഷിനെ പറ്റി പറഞ്ഞോ? ഞാൻ ജുനൈസിനെ പറ്റി പറഞ്ഞോ? എന്റെ ഒപ്പമുള്ള ഏതെങ്കിലും ഒരു മത്സരാർത്ഥികളെ പറ്റിയിട്ട് എന്തെങ്കിലും രീതിയിൽ മോശമായി പറഞ്ഞോ? കഴിഞ്ഞ സീസണിനുള്ളില് ഇവരെല്ലാവരും തന്നെ എനിക്കെതിരെ അനാവശ്യമായിട്ട് പല രീതിയിൽ നിന്നപ്പോഴും, ഈ ജുനൈസിന് വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് വന്നപ്പോഴും, ശോഭയ്ക്ക് സൈബർ അറ്റാക്ക് വന്നപ്പോഴും അവർക്ക് സൈബർ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി അവരൊപ്പം ചേർന്ന് നിൽക്കാനാണ് പിന്നീട് ഞാൻ ശ്രമിച്ചത്. പക്ഷെ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വിഷവും എന്താ? അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് എന്നെ ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതായത് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കൂ. ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ എത്ര ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്? ഞാൻ വളരെ കുറച്ച് പോസ്റ്റ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. എന്റെ ഫേസ്ബുക്കിൽ നിന്ന് ആക്ച്വലി ഞാൻ പിന്മാറിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് മോണറ്റൈസ്ഡ് ആയിട്ടുള്ള പേജാണ് എന്റെ ഫേസ്ബുക്ക്. $800 മുതൽ $1000 വരെ ഒരു മാസം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ പോലും ഞാനിപ്പോൾ ഇടുന്നില്ല. ഞാൻ ഇതിൽ നിന്ന് മാറിയതാണ്, മാറിപ്പോകാൻ ശ്രമിച്ച ഒരാളാണ്. സമാധാനമായിട്ട് ഈ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒളിച്ച് ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ പ്രശ്നം കേട്ടപ്പോഴത്തേക്ക് അവനെ അടിച്ചമർത്താൻ നോക്കുകയും അവനെ നിശബ്ദനാക്കാൻ നോക്കുകയും ചെയ്യുന്ന കേട്ടപ്പോഴത്തേക്ക് വിഷമം തോന്നി. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും എന്നുള്ള ചിന്തയിൽ വന്നു സംസാരിച്ചതാണ്. ആ സംസാരിച്ച കൂട്ടത്തിലാണ് മുൻപ് ഇത്തരം വിഷയങ്ങൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരാരും തന്നെ പരാതിപ്പെടാത്തിടത്തോളം കാലം, അവർക്കാർക്കും പരാതി ഇല്ലാത്തിടത്തോളം കാലം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിക്കൂ, ഇവരാരെങ്കിലും പരാതിയുമായിട്ട് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാരണം നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അതേസമയം കഴിവ് കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട്, അർഹത കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട്. ഇപ്പൊ എന്റെ സീസണിലെ മത്സരാർത്ഥികളിൽ ഇപ്പൊ എന്നെ കഴിഞ്ഞ ദിവസം മനീഷ ചേച്ചി വിളിച്ചപ്പോൾ ചോദിച്ചു, എടാ ഇത് ചിലരൊക്കെ എന്റെ അടുത്ത് മെസ്സേജ്, ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആണ്. എന്നെ ഒരു മാധ്യമ പ്രവർത്തനം വിളിച്ചു പറഞ്ഞായിരുന്നു, തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ടീം അഖിലിനെതിരെ പ്ലാൻ ചെയ്ത് കുറെ കളികൾ കളിക്കുന്നുണ്ട്, അഖിലൊന്ന് ശ്രദ്ധിച്ചോണം, അഖിലിനെതിരെ കേസ് കൊടുക്കാൻ ഇവർക്ക് താല്പര്യമുണ്ട്, അഖിലിനെതിരെ എന്താണ്ടൊക്കെ പരിപാടികൾ.
പിന്നെ ഈ ചാനലുകാർ വെറുതെ ഇരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ചാനലുകാരെന്ന് വെച്ചാൽ എല്ലാവരും അല്ല ഞാൻ പറയുന്നത്. ഈ കക്ഷികൾ ആർക്കാണോ